ശ്രീനിയായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത് സിനിമയെ കൂടിയല്ല. മലയാളം പത്രം വൈകുന്നേരങ്ങളിലാണ് വരിക. ഇപ്പോൾ ഇന്ന് രാവിലെ പത്രം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ എത്തുമ്പോഴേക്ക് ഈവനിങ് ആവും. ഇത് വാങ്ങിക്കാൻ വേണ്ടി ഞാനും ശ്രീനിയും അവിടെ വരും. മിക്കവാറും അവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. പല സിനിമാക്കാരെയും നമ്മൾ കണ്ടുമുട്ടുന്നത് അവിടെ. എന്നെ ഞെട്ടിച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ദിലീപും മറ്റും തമ്മിലായിരുന്നു. കാരണം അവർ ഇങ്ങനെ പ്രണയമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് ഇവർ തമ്മിൽ അടുപ്പമുണ്ടത്. പക്ഷെ സംയുക്തയും ബിജുമേനനും തമ്മിലുള്ളത് പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് ബിജുയോട് ചോദിക്കുകയും ചെയ്തു എന്താണ് എന്ന് പറഞ്ഞിട്ട്. മധുരോമ്പരക്കാറ്റിലായിരുന്നു അത് തുടങ്ങിയത്. ബിജു ഒരു അരമണിക്കൂർ മുമ്പ് പോയി. ഞാനും സുഖമൊക്കെ നമുക്ക് സംയുക്തനെ ഒന്ന് കയറി കണ്ടിട്ട് പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത് കോളിമേൽ അടിക്കുന്നു. ഒന്ന് വാതിൽ തുറക്കുന്ന ബിജുമേനാണ്. ബിജു ഒരു കാര്യമില്ല ചമ്പണ്ടത്. കാരണം വെച്ചാൽ ബിജു നേരത്തെ വന്നാണ്, അരമണിക്കൂർ മുമ്പ് വന്നാണ്. ബിജുവിന് സംയുക്ത വന്ന് കാണാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ആകെ ചമ്മി മുഖമൊക്കെ മാറി. അപ്പം ചാക്കോ ബോബൻ ശാലിനി കോമ്പിനേഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതിനൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ അനിയത്തി പ്രാവായിട്ട് യാതൊരു സാമ്യം വരരുത് എന്നാണ് ആലോചിച്ചത്. കാരണം ഇവർ അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ക്യാരക്ടറൈസേഷനും കാര്യങ്ങളും ഇവരുടെ പെർഫോമൻസും ഒക്കെ അതൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനും കൊച്ചിൻ ഹനീഫയുടെ ബന്ധം എന്ന് വെച്ചാൽ ഉമാ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. ആദ്യകാലത്തുള്ള ലോഡ്ജായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ കൊച്ചിൻ ഹനീഫയും മണിയമ്പിള്ള രാജു, അന്ന് മണിയമ്പിള്ള ആയിട്ടില്ല, അതിനുശേഷമാണ് മണിയമ്പിള്ള എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുന്നത്. അന്ന് സുധീർ കുമാർ എന്നാണ് പേര്. ഇവരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. മണവാളം ജോസഫ് അന്നത്തെ ഒരു ആക്ടറായിരുന്നു. ഇവരൊക്കെ അവിടെ താമസിക്കും. ബിച്ചു തിരുമല, ഇവരൊക്കെ താമസിക്കുന്ന ഒരു ലോഡ്ജായിരുന്നു അത്. യേശുദാസ് സാറ് പാടാൻ നേരത്തെ ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ എങ്ങനെയായിരിക്കും ആളുടെ എക്സ്പ്രഷൻസ് നേരിട്ട് കണ്ടെന്ന ഒരാൾ എങ്ങനെയായിരിക്കും? ഇമോഷൻ എടുത്തിട്ടാണോ പാടുന്നത്? അല്ല, ഇമോഷൻ എടുത്തിട്ട് തന്നെയാണ്. കാരണം ദാസേട്ടൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് സിറ്റുവേഷൻ ചോദിക്കാറുണ്ട്. ചിലപ്പോഴേ ചോദിക്കുള്ളൂ. സാധാരണ ഒരു പാട്ടിട്ട് അങ്ങനെ ചോദിക്കാറില്ല. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. പ്രണയമൊക്കെ പാടുമ്പോൾ പ്രണയം ഉള്ളിലുണ്ടാവും. പുള്ളി ഭാവിക്കൂല, എന്നാലും ഉള്ളിൽ പ്രണയം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കും പാടുക. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഇപ്പൊ സാറും ശ്രീനിവാസൻ സാറായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങളോടൊന്ന് പങ്കുവെക്കാം. കാരണം ഒരുപാട് സിനിമകളിലും നിങ്ങൾ സ്ക്രിപ്റ്റിനായിട്ടും ഇരുന്നിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചെറിയ ഓർമ്മകൾ ഞങ്ങളോട് പങ്കുവെക്കും. അതായത് മലയാള സിനിമയിൽ ഞാനും ശ്രീനിവാസനും ഉള്ളതിനേക്കാളും അടുപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ സത്യനന്ദിക്കാടും ശ്രീനിവാസനും പിന്നെ പ്രിയദർശനും ശ്രീനിവാസനും. അത് കഴിഞ്ഞിട്ട് ഞാനും ശ്രീനിവാസനും തമ്മിലാണ്. കാരണം അവരുടെ പടങ്ങളാണ് ആദ്യം ശ്രീനി ചെയ്തത്. എൻ്റെ പക്ഷേ ശ്രീനിയായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത് സിനിമയെ കൂടിയല്ല. ഞാൻ ചെന്നൈയിൽ സ്ഥിരതാമസമായിരുന്ന ഒരു 3-4 വർഷമുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇപ്പോൾ ഈ കാതോട് കാതോരം വരെയൊക്കെ കാലഘട്ടം 85 വരെയാണ് ഞാൻ ചെന്നൈയിൽ സ്ഥിരതാമസം. പിന്നീട് ഞാൻ നാട്ടിൽ ഡയറക്ടറായതിനു ശേഷം പിന്നെ നാട്ടിൽ നിന്ന് വന്നു പോകുമായിരുന്നു. അപ്പോൾ അന്ന് സ്ഥിരതാമസമുള്ളത്, അതായത് 79-ലാണ് ഞാൻ ചെന്നൈയിൽ ആദ്യം ചെല്ലുന്നത്. അവിടെ താമസം തുടങ്ങിയ സമയത്ത് ശ്രീനിവാസൻ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പം ഞാൻ താമസിക്കുന്ന ലോഡ്ജിൻ്റെ അടുത്ത സ്ട്രീറ്റിലെ ഒരു ലോഡ്ജിലാണ് ശ്രീനിവാസനും 2-3 ഫ്രണ്ട്സും കൂടി താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നും വൈകുന്നേരങ്ങളിൽ പലപ്പോഴും കണ്ടുമുട്ടും. എന്ന് വെച്ചാൽ ഒരു മുറുക്കാൻ കടയിലാണ് കണ്ടുമുട്ടുക. ചിലപ്പോൾ ചായക്കടയിൽ ചായ കുടിക്കാനൊക്കെ ഇട്ട് വരും. അപ്പോൾ അന്ന് എന്നും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മലയാളം പത്രം വൈകുന്നേരങ്ങളിലാണ് വരിക. ഇപ്പോൾ ഇന്ന് രാവിലെ പത്രം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ എത്തുമ്പോഴേക്ക് ഈവനിങ് ആവും. ഈവനിങ് ആ പർട്ടിക്കുലർ ഒരു വടവള്ളിയിലുള്ള ഒരു രാം തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൻ്റെ അടുത്തൊരു മുറുക്കാൻ കടയുണ്ട്. അവിടെയാണ് ഈ മലയാളം പത്രങ്ങൾ വരിക. ഇത് വാങ്ങിക്കാൻ വേണ്ടി ഞാനും ശ്രീനിയും അവിടെ വരും. മിക്കവാറും അവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. പല സിനിമാക്കാരെയും നമ്മൾ കണ്ടുമുട്ടുന്നത് അവിടെയാണ്. ഈ മലയാളം പത്രം വാങ്ങിക്കാനായിട്ട് വരുന്ന ആൾക്കാരെ ഒരുപാട് പേര് അങ്ങനെ കണ്ടുമുട്ടിയിട്ട് ഉള്ളൊരു ഇവൻ ജോൺസണായിട്ടായാലും ശരി, രവീന്ദ്രൻ മാഷായിട്ടും ഒക്കെ പരിചയപ്പെടുന്നതൊക്കെ ആ സ്ട്രീറ്റിൽ വെച്ചിട്ടാണ്. ആ രാം തിയേറ്ററിൻ്റെ അടുത്ത് ഒരു ടീ ഷോപ്പ് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇവരൊക്കെ ആയിട്ട് കാണുന്നതും സൗഹൃദങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങിയൊരു സൗഹൃദമാണ് ശ്രീനിവാസനായിട്ട്. പിന്നീട് ഞങ്ങൾ തമ്മിൽ വലിയ 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 സൗഹൃദമായി. പല രീതിയിലുള്ള സൗഹൃദങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. പിന്നീട് ശ്രീനിവാസൻ ആദ്യം തിരക്കഥാകൃത്തായി, ഞാൻ ഡയറക്ടറായത് ലേറ്റായിട്ടാണ്. ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ ആദ്യം ശ്രീനിയൊന്നും ചെയ്തിട്ടില്ല. ജോൺ പോളൊക്കെയാണ് എൻ്റെ ആദ്യം തിരക്കഥ. പിന്നീട് പാവമ്പാൻ രാജകുമാരനിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുന്നത്. പിന്നെ പാവമ്പാൻ രാജകുമാരൻ കഴിഞ്ഞ് ചമ്പക്കുളം ചമ്മന്ന് അങ്ങനെ കുറേ സിനിമകളായില്ലേ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ എല്ലാ പടങ്ങളും ഓടിയിട്ടുണ്ട്. ഞാൻ ശ്രീനിവാസൻ മഴയത്തുമ്പേ, അഴകിയ രാവണൻ, അങ്ങനെ എല്ലാ അയാൾക്കഥ എഴുതുന്ന എല്ലാ സിനിമകളും ഓടിയിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരുപാട് തമാശകളുണ്ടാവും. പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആവർത്തിക്കാനില്ല. കാരണം ചിലപ്പോൾ എന്താ കഥ മുഴുവനായിട്ടുണ്ടാവില്ല, പകുതി സ്ക്രിപ്റ്റ് ഉണ്ടാവുള്ളൂ, മറന്നുപോയ കഥ, സ്ക്രിപ്റ്റ് ഇല്ലാത്ത കഥ, ഇങ്ങനെ കുറേ. ഇന്നലെയും ഞാൻ മറ്റേ ഇതിൻ്റെ ഇൻ്റർവ്യൂവിൽ ആ കാര്യം പറഞ്ഞു. ഞാൻ സിനിമയിലും ആ കാര്യങ്ങൾ പറയുകയും ചെയ്തു. മറ്റേ
നമ്മുടെ പടത്തിൻ്റെ രേഖാചിത്രത്തിൻ്റെ ഒരു പ്രൊമോഷൻ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് പറയുകയും ചെയ്തു ഇതേപോലെ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് മറന്നു ഇല്ല എഴുതാണ്ട് വന്നിട്ട് എന്താണ് കഥ എന്ന് എന്നോട് ചോദിച്ച ഒരു സംഭവമൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കുറെ അപ്പൊ ആ ഒരു ടൈമില് ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രിപ്പേർഡ് ആയിട്ടാണല്ലോ ഒരു സെറ്റ് ഒരു ഷൂട്ട് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ ഷാർട്ട് വരെ കഴിഞ്ഞ് ഇത്ര ദിവസം ഇത്ര നേരം കഴിയണം, അല്ലെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഇപ്പൊ ഓരോ പടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമില് എങ്ങനെയാണ് ഇപ്പൊ സ്ക്രിപ്റ്റ് ചിലപ്പോൾ നാളെ തുടങ്ങേണ്ടിയായിരിക്കും, ഇന്ന് അങ്ങ് എഴുതാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ടെൻഷനിൽ നിന്നൊക്കെ അപ്പൊ വരുന്നത്? അതൊക്കെ ഓരോ സിനിമകളും ഓരോ അത്ഭുതങ്ങളാണ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ മാത്രമല്ല, മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള അങ്ങനത്തെ സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ലൊക്കേഷനിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതണമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ സിനിമകളൊക്കെ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് എത്തി. ഇപ്പോഴും നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സിനിമകളും അങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത്ഭുതമാണ്. അതിൽ ഞാൻ പറയുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, എല്ലാവരും റൈറ്ററേയും ഡയറക്ടറേയും വിശ്വാസത്തിൽ എടുക്കുമായിരുന്നു. അതായത് ഒന്നാമത് ഒരു എന്താ പറയുക, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ് ഇത് എഴുതുന്നത്. ഇപ്പം നമ്മൾ ടാലൻ്റ് ഇല്ലയെന്നല്ല എൻ്റെ പറഞ്ഞു, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. അതായത് ഇപ്പോൾ ഒരാൾ പുതിയതായിട്ട് തിരക്കഥ എഴുതാൻ പറ്റുമായിരുന്നു, പക്ഷേ അയാളൊരു റൈറ്റിംഗ് പാരമ്പര്യമുള്ള ആളായിരിക്കില്ലല്ലോ. കാരണം വെച്ചാൽ നിങ്ങൾ കുറേ സിനിമകൾ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിലൊരു കഥ തോന്നി, ആ കഥ ഒരു ഡയറക്ടറായിട്ട് സംസാരിച്ചു, അത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു, പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെ സിനിമ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ എം ടി തിരക്കഥ എഴുതുമ്പോൾ അങ്ങനെയല്ലല്ലോ. എം ടി ഒരുപാട് എഴുതി അയാളുടെ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അപ്പം നമ്മൾ അവരെ വിശ്വസിക്കുകയാണ്. കാരണം ഒരു കഥ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെഴുതി വരുമ്പോൾ ഈ സാധനത്തിൽ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ അത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അത് തന്നെയാണ് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ളത്. ആക്ടറെ സംബന്ധിച്ചോളം ആ റൈറ്റർ, അതുകൊണ്ടുള്ള പഴയ കാലത്തെ റൈറ്റർമാർക്ക് ഭയങ്കര പ്രാധാന്യം. ഇപ്പം നമ്മൾ പല പടത്തിൻ്റെ റൈറ്റർ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേര് പറയാൻ പറ്റില്ല, ഇല്ല, പേര് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് റൈറ്റേഴ്സ് അന്നുണ്ടായിരുന്നു. അവർക്ക് റൈറ്റിംഗ് സ്കില്ലും കണ്ടിന്യൂസ് ആയിട്ട് അവർ പടങ്ങൾ ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആക്ടേഴ്സ് പ്രത്യേകിച്ചും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്ടേഴ്സ് ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ വരുമ്പോൾ അവർക്ക് പൂർണ്ണമായ സ്ക്രിപ്റ്റ് അറിഞ്ഞിട്ടൊന്നും എല്ലാവരും ലൊക്കേഷനിൽ വരുന്നത്. കഥ നമ്മൾ പലപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ക്യാരക്ടർ പൂർണ്ണമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് അവർ ലൊക്കേഷനിൽ വരുന്നത്. അപ്പോൾ സീൻ കിട്ടിക്കഴിഞ്ഞാലും അവരതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അവരായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിട്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു ആത്മബന്ധം എല്ലാവരും ഇന്നും ഉണ്ടാവുമായിരിക്കും, ഡിസ്കസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു വിശ്വാസത്തിലെടുക്കൽ ഇപ്പം എനിക്ക് തോന്നുന്നത് അത് കുറവാണെന്ന് തോന്നുന്നത്. വിശ്വാസത്തിലെടുക്കാൻ വെച്ചാൽ അവർക്കിടയിൽ ഉണ്ടാവും, പക്ഷെ ഒരു സ്ക്രിപ്റ്റായിട്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആക്ടർ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് കേട്ട് കഴിഞ്ഞാൽ മാത്രമല്ല ഇപ്പോൾ ഒരു ആക്ടർ നിങ്ങൾക്ക് ഡേറ്റ് തരുള്ളൂ. ആ ഒരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് കിട്ടണം. മറ്റത് അങ്ങനെയല്ല, ഇയാളത് എഴുതി വരുമ്പോൾ നന്നാവും, അല്ലെങ്കിൽ ഇയാൾ ഡയറക്റ്റ് ചെയ്ത് വരുമ്പോൾ നന്നാവും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിൽ ഒരു ആക്ടർ നമ്മുടെ ക്യാമറയുടെ മുമ്പിലേക്ക് വരികയാണ്. അത് ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ സാറിന്റെ ഓരോ ഷൂട്ടിംഗ് സെറ്റുകൾ എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് പ്രണയ മുട്ടടിയുന്ന ഓരോ സെറ്റുകളാണ്. ഇപ്പൊ ദിലീപേട്ടൻ, മഞ്ജു വാര്യർ, പാർവതി ജയറാം, ഇപ്പൊ ബിജു മേനോൻ, സംയുക്ത ചേച്ചി. അപ്പൊ അവരൊക്കെ ആദ്യം തന്നെ സാറിനോടാണോ വന്ന് പറഞ്ഞിരുന്നത്? സാർ അതിന്റെ ചെറിയൊരു സിംഹാസനമായിട്ട് നിന്നിരുന്നു? എന്നോട് അങ്ങനെ പറയാറില്ല, ഞാൻ കണ്ടുപിടിക്കാറാണ് ചെയ്യാറ്. ഞാനും നമ്മുടെ ക്യാമറാമാനും അല്ലെങ്കിൽ സെറ്റിൽ ആരെങ്കിലൊക്കെ ഇത് കണ്ടുപിടിക്കുകയും ചെയ്യാറ്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം മിണ്ടാതെ കൊണ്ട് കിടക്കും, ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ. ഒരു ഘട്ടത്തി കഴിയുമ്പോഴേ നമ്മൾ ഇവരോട് ചോദിക്കും, ജയറാമിനോടൊക്കെ അങ്ങനെ ചോദിച്ചാൽ എവിടെ വരെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ചില ഇതിലാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ദിലീപും മഞ്ജും തമ്മിലായിരുന്നു. കാരണം അവർ അങ്ങനെ പ്രണയമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് ഇവർ തമ്മിലാണ്. പക്ഷെ സംയുക്തയും ബിജു മേനോനും തമ്മിലുള്ളത് പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് അത് ബിജുയോട് ചോദിക്കുകയും ചെയ്തു എന്താണ് എന്ന് പറഞ്ഞിട്ട്. മധുരോമ്പരക്കാറ്റിലായിരുന്നു അത് തുടങ്ങിയത്. അതിനുശേഷമാണ് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് മധുരോമ്പരക്കാറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു മഴ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മേഘമൽഹാറിൽ അഭിനയിക്കാൻ വന്നു. മേഘമൽഹാറിലൊക്കെ അഭിനയിക്കാൻ വന്നപ്പോഴേക്കും ഒരു നല്ല പ്രണയത്തിലായിരുന്നു. അത് ആ സിനിമയ്ക്കും ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ അന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവരും പറയാറുണ്ട് ഈ ക്യാരക്ടേഴ്സ് അവരെ സ്വാധീനിക്കുന്നുണ്ടാവുമായിരിക്കും. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ പ്രണയ സിനിമകൾ കൂടുതൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത്തരം കഥാപാത്രങ്ങൾ അവരുടെ ഉള്ളിലേക്കും തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. ഇതില് ഈ ചോദിച്ചപ്പം ഏറ്റവും ചമ്മിയൊരു എക്സ്പ്രഷൻ ഇട്ടതാരാണ്? ജയറാമേട്ടനാണോ ബിജുചേട്ടനാണോ? കാരണം കണ്ടുപിടിച്ചിട്ടാണല്ലോ ഇവരോട് ചോദിക്കുന്നത്. ബിജു ആണ്. ജയറാമിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ജയറാം വളരെ കൂളായിട്ട്. ബിജു ആണ്. ബിജു എന്ന് വെച്ചാൽ ബിജു ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്ന് വെച്ചാൽ അതിന് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ അറിഞ്ഞു ഒരു ബസ്സിൽ പോകുന്ന ഒരു സീനുണ്ട്. അതിപ്പോൾ ബസ്സിൽ ഞങ്ങൾ ആദ്യം ക്യാമറ ബസ്സിൻ്റെ അകത്ത് വെച്ചിട്ട്
കുറേ ഷോട്ട് എടുത്ത് പിന്നെ ക്യാമറ പുറത്ത് വെച്ചിട്ട് ഇവർ ലോങ് ഷോട്ടിൽ ഇവർ വരുമ്പോൾ ഉള്ളതുണ്ട്. അപ്പോൾ എടുക്കാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്തിട്ട് ക്യാമറാമാൻ സൂമൊക്കെ ചെയ്തിട്ട് അപ്പോൾ ബിജു മേനും സംയുക്ത ഒരു സീറ്റിലിരിക്കുക. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇറങ്ങിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇവരിറങ്ങിയില്ല, ഇവരവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് 10 മിനിറ്റ് ആവും ഷോട്ട് റെഡി ആവാൻ. അപ്പോൾ ബിജു പറഞ്ഞില്ല കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ഇരുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇരിക്കണത് തന്നെ നമുക്കൊരു സംശയം, അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, എന്നാൽ നല്ല ചൂടുണ്ട്, റോഡിലാണ് ബസ് ഇട്ടേക്കണത്, നല്ല ചൂടുമാണ്. ബാക്കി ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും ഇറങ്ങി താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇപ്പോൾ സുകുമാർ ക്യാമറ സൂം ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരത്തിൽ എന്തോ ഒരു ഇതുണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഒന്ന് ക്യാമറ കൂടെ നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സൂം ടൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ ഒരു സാധാരണ സംസാരം അല്ലാന്ന് തോന്നി. അതൊന്നും മിണ്ടില്ല, ഞങ്ങളൊന്നും മിണ്ടില്ല. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡിയായി അങ്ങനെ എടുത്ത്. ഇത് കഴിഞ്ഞ് 2 ദിവസം 3 സെറ്റ് കഴിഞ്ഞപ്പോഴാണ് അത് കാറ്റടിക്കുന്ന സീനുണ്ട്. ആ സിനിമ കണ്ടിട്ടുണ്ട്, മധുരോമ്പരക്കാരിൽ ക്ലൈമാക്സിൽ കാറ്റടിക്കുന്നുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സംയുക്തയും ബിജു ഒക്കെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ സ്കൂളിൻ്റെ ഇത് എടുക്കുന്ന സമയത്ത് അപ്പോൾ സംയുക്തക്ക് ഈ ഇതിൻ്റെ പ്രശ്നമുണ്ട്, ബ്രത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് നമുക്കറിയില്ലായിരുന്നു, സംയുക്തക്കും അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷേ ഈ കാറ്റടിച്ച് പൊടി ഇങ്ങനെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഭയങ്കരമായിട്ട് ഡസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോട്ടിന് പോകുമ്പോൾ സംയുക്ത അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ബിജു അവിടെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ സംയുക്തക്ക് ശ്വാസം കിട്ടണില്ല, ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ വല്ലാണ്ട് വലിക്കാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഓടിച്ചെന്നിട്ട്, അപ്പോൾ അമ്മയൊന്നും അടുത്തില്ല. അപ്പോൾ ഞാൻ ആരോ ഓടിച്ചെന്നിട്ട് ഇന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ സംയുക്ത ഇങ്ങനെ ഇതാക്കണം, എല്ലാവരും കൂടി പേടിച്ചു, ഭയങ്കര ഒരു കയോ സിറ്റുവേഷനായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ആളായിരുന്നു, എനിക്കതിന് മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഇൻഹെയിലർ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ യൂണിറ്റിലൊരു പയ്യൻ്റെ ഉണ്ടായിരുന്നു, അവന് ഉപയോഗിച്ച ഇൻഹെയിലറാണ്, പക്ഷേ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ തന്നെ ഇൻഹെയിലർ അടിച്ചു കൊടുത്തു. അവൻ ഓടി വന്നിട്ട് സംയുക്ത ഇൻഹെയിലർ വെച്ച് അടിച്ചു കൊടുത്തപ്പോൾ കുറച്ച് ബ്രത്ത് കിട്ടി. അങ്ങനെ നേരെ പിന്നെ സംയുക്ത കസേരക്കിട്ട് അവിടെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അഭിനയിക്കേണ്ടെന്ന് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ഓടി വന്ന് അമ്മ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഞാനും ബിജും ഞങ്ങൾ ഷോട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സീൻ കഴിഞ്ഞപ്പോൾ നമ്മൾ സംയുക്ത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പാക്കപ്പ് ചെയ്തു. പിന്നെ ഷോട്ട് എടുക്കാൻ ഒന്നുമില്ല, സംയുക്ത വേണം. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി, ഞാനും ബിജും സുഖമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കാറിന് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സംയുക്തനൊന്ന് കയറി കണ്ടിട്ട്, ബിജു നേരത്തെ പോയി, ബിജു ഒരു അരമണിക്കൂർ മുമ്പ് പോയി. ഞാനും സുഖമൊക്കെ നമുക്ക് സംയുക്തനൊന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് കോളിംബെൽ അടിക്കുന്നു, ഒന്ന് വാതിൽ തുറക്കുന്ന ബിജു മേനാണ്. ബിജു ഒരു കാര്യമില്ല ചമ്പണ്ടത്, കാരണം വെച്ചാൽ ബിജു നേരത്തെ വന്നാണ്, അരമണിക്കൂർ മുമ്പ് വന്നാണ്. ബിജുവിന് സംയുക്ത വന്ന് കാണാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ആകെ ചമ്മി മുഖമൊക്കെ മാറി. അപ്പോൾ സുഖ ചോദിച്ച് ബിജു എന്തിനാ ചമ്മണത്, അതാണ് പിടിച്ചത് ഞങ്ങൾ അറിഞ്ഞത് ബിജുവിന് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞ് ബിജു സുഖ പറഞ്ഞ് പേടിക്കേണ്ട, ഞങ്ങൾക്ക് ഇത് കുറേ ദിവസമായിട്ട് അറിയാം, ഇന്നല്ല ഞങ്ങൾ അറിഞ്ഞത്, കുറേ ദിവസമായിട്ട് അറിയണേ. അപ്പോൾ എന്ന് വെച്ചാൽ സംയുക്തക്ക് എന്തെങ്കിലും പറ്റുമോ അറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും വരുമല്ലോ, ഹോട്ടലിൽ വന്ന് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ബിജു ന്യായീകരിക്കാൻ നോക്കിയതിന്. എന്നെ അറിയാം ഇനി ന്യായീകരിക്കണ്ട, ഞങ്ങൾ പക്ഷെ ഞാനും സുഖവും അറിഞ്ഞിട്ടുള്ളൂ, ഇനി ആരോടും പറയാനൊന്നും പോണില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടു കിടന്നു നിങ്ങൾ കുറേ ദിവസം. പക്ഷെ ബാക്കി എല്ലാവരും കുറേശ്ശെ കണ്ടുപിടിച്ചത് കുറച്ച് ദിവസമായിട്ട്. അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് മൊബൈല് മധുരോമ്പരക്കാരുടെ സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വാട്സാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചാറ്റ് ചെയ്യണ പരിപാടിയൊന്നും വന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോഴും TV വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് ബോറടിച്ചിരിക്കുമ്പോൾ ഇപ്പോഴും യൂട്യൂബിലായാലും സെർച്ച് ചെയ്ത് കാണുന്ന ഒരു പടങ്ങളിലോ കൂട്ടത്തിലുള്ളതാണ് സ്വപ്നക്കൂട്. ഇപ്പോഴും ഈ ഒരു ജനറേഷനിൽ പെട്ട ആൾക്കാർക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ആ പടം കാണാനായിട്ട്. ആ ഒരു ഇപ്പോഴും ആ ഒരു വൈബുണ്ട്, അത് ആ ഒരു കുറച്ച് നാൾ മുന്നേ പിടിച്ചു വെച്ചതാണെന്നറിയില്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു പ്രണയം, നല്ല രസമാണ് സ്വപ്നക്കൂട് കണ്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ പോണ്ടിച്ചേരി ഇത്രയും ഭംഗിക്ക് ഇപ്പോഴും കുട്ടികൾ സ്റ്റോറീസ് ഒക്കെ ഇപ്പൊ റീൽസിലൊക്കെ പോണ്ടിച്ചേരി ഇടുമ്പോൾ സ്വപ്നക്കൂടത്തെ പാട്ടല്ലാണ്ട് ആരും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇടത്തില്ല. ഇപ്പോഴും ഞാൻ പറയും എനിക്കൊന്ന് പോണ്ടിച്ചേരി പോകണം, എനിക്ക് സ്വപ്നക്കൂട് കണ്ടപ്പോ തൊട്ടുള്ളതാണ് ആ പൂ കൊടുക്കുന്ന ഇതൊക്കെ. ആ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ കാരണവും പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ മെയ്ഡ് ചെയ്യാൻ ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? അത് ഞാനും ഇക്ബാൽ കുറ്റിപ്പുറം കൂടിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ഗ്രാംഫോൺ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഇപ്പോഴത്തെ അന്നത്തെ യൂത്തിൻ്റെ 2004 സ്വപ്നക്കൂട് വന്നത്. ആ സമയത്ത് അങ്ങനത്തെ യൂത്തിനെ വെച്ചിട്ട് ഒരു അപ്പോഴത്തെ ക്യാമ്പസും കാര്യങ്ങളൊക്കെ വെച്ചാൽ അന്ന് ക്യാമ്പസ് വേണ്ട, ഞാൻ നിറമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മളും നിറം ആ സമയത്ത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞിട്ടാണ് സ്വപ്നക്കൂട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമ്പസ് വേണ്ട നമുക്ക്. പക്ഷെ എന്നാൽ അതേ ആ വൈബൊക്കെ ഉള്ള കുട്ടികൾ വേണം. വൈബ് എന്നുള്ള വാക്കൊന്നും അന്നില്ല കേട്ടോ, അതൊക്കെ ഇപ്പോൾ ഒന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികളെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാനും ഇക്ബാലും കൂടിയും ഇരുന്നിരിക്കുന്നത്.
അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ പോണ്ടിച്ചേരി ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു കഥ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു പ്രണയകഥയായിരുന്നു, അത് വർക്കൗട്ടായില്ല. പിന്നീട് നമുക്ക് കഥയൊന്നും മുന്നോട്ട് പോയില്ല. അപ്പോൾ ഞാൻ ഇക്ബാലിനോട് പറഞ്ഞ് ഇങ്ങനെ പോണ്ടിച്ചേരി ബേസ് ചെയ്തിട്ടൊരു സംഭവം എൻ്റെ മനസ്സിൽ, നമുക്ക് പോണ്ടിച്ചേരി പിടിച്ചിട്ട് ഒരു, അപ്പം ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ആയിരിക്കും, എന്തിനായിരിക്കും ഒരു ചെറുപ്പക്കാരൊക്കെ വന്നിട്ടുണ്ടാവും, അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, മറ്റ് ക്യാമ്പസ് അല്ലല്ലോ എന്നുള്ള വെച്ചാൽ അങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തുന്നത്. ഇവർ അവിടെ താമസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത് കഥ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം പോണ്ടിച്ചേരി പോയി, പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ പോണ്ടിച്ചേരി സിനിമയിൽ കാണുന്ന അത്രയും ഭംഗിയൊന്നുമില്ല കേട്ടോ, അത്രയും. പിന്നെ നമ്മളന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണ് ഈ ഫ്രഞ്ച് കോളനി ആയതുകൊണ്ട് ഈ ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ബിൽഡിംഗ് ഒക്കെ. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക തമിഴ്നാടിൻ്റെ ഒരു ഇത്. അപ്പോൾ പോണ്ടിച്ചേരിയും പാണ്ടിച്ചേരി എന്നാണ് അവിടുത്തെ ആൾക്കാർ തന്നെ പറയണത്. ഒരു സൈഡ് പാണ്ടിച്ചേരി തന്നെയാണ്, ഇത് പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. ഇല്ല ഇല്ല. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ അതിൽ ഈ ഫ്രഞ്ച് കോളനികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിലൊരു സോങ് എടുത്തിട്ടൊന്നും ഉള്ളത് പോണ്ടിച്ചേരിയിലല്ല കേട്ടോ, സോങ് മുഴുവൻ എടുത്തേക്കണത് ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലൻഡിലാണ്. ഇപ്പോൾ കറുപ്പിനാട് എല്ലാം പുറത്താണ് എടുത്തേക്കണത്. അപ്പോൾ അതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് ചില ഷോട്ടുകൾ പോണ്ടിച്ചേരിയുടെ ഉണ്ട്. അപ്പോൾ അതൊന്നും ജനത്തിന് മനസ്സിലായില്ല, അങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അന്നത്തെ ഒരു യൂത്തിൻ്റെ തമാശ. അതിൽപ്പെട്ടതാണ് ഈ കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന ക്യാരക്ടർ. പൃഥ്വിരാജിൻ്റെ ആ ക്യാരക്ടർ അതൊരു രസമുള്ളൊരു ക്യാരക്ടർ. എനിക്കും എൻ്റെ സിനിമകളിൽ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് കുഞ്ഞു. ഒരു ഇൻഹിബിഷനും ഇല്ലാണ്ട് അയാളുടെ എല്ലാം വിളിച്ചു പറയുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. മീര ജാസ്മിൻ്റെ ക്യാരക്ടറിനോടുള്ള അടുപ്പവും കാര്യങ്ങളും. പക്ഷെ ഒരു ഘട്ടത്തിൽ അയാൾ വല്ലാണ്ട് തകർന്നു വന്നിട്ടുണ്ട്. കാരണം പ്രണയം, വേറെ ആൾ കൂട്ടുകാരൻ പ്രണയിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഡയമെൻഷനുള്ളൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ ആ കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ടായിരുന്നു, കുഞ്ചാക്കോ ബോബനും എല്ലാവരും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ. പിന്നെ ഭാവനയ്ക്ക് ചെറിയ റോളാണെങ്കിൽ പോലും ഭാവന പൂന്ത് വിളയാടിയ പടവും കൂടിയായിരുന്നു അത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇപ്പം കുറച്ചുപേരൊക്കെ റീല് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഭാവന മറ്റേ വീഴുന്ന സീനില്ലേ, ആ സെയിം സോങ്ങിന്റെ കുറെ റീൽ ട്രെൻഡേഴ്സ് ഒക്കെ ഇങ്ങനെ വീഴുന്നതും എന്നിട്ട് ഭാവന അവിടെ അതേ മാറിയിരിക്കുന്നുണ്ട്, കടലിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ ഇപ്പൊ എല്ലാരും റീക്രിയേഷൻ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പടത്തിലെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതേ കോസ്റ്റ്യൂമിലേക്ക് ഇട്ട് അങ്ങനെ. ഇപ്പൊ മീര ചേച്ചിയോട് ചോദിച്ചാലും ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരു മൂവിയുടെ പ്രൊമോഷനിൽ എല്ലാരും ചോദിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ആ ഒരു കുഞ്ഞുവിനെ കമലയെടുത്തി മീര ജാസ്മിൻ പൃഥ്വിരാജ് കോംബോ വരിക എന്ന്. അപ്പം അവര് നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പൊ സാറിന്റെ മനസ്സിൽ ഇനി അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട്, ഇനി പൃഥ്വിരാജ് മീര ജാസ്മിനെ വെച്ച് അങ്ങനത്തെ ഒരു മൂവി? അല്ല, അന്നത്തെ ഒരു ഏജ് മാറിപ്പോയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ എന്താ പറയാ കുട്ടികളുടെ ഒരു ഏജ് അല്ലല്ലോ അവർക്ക്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ ഇനി അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സിനിമയുടെ രീതികളൊക്കെ മാറിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനിപ്പോൾ സിനിമകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളത് ഇതായിട്ട് പറയല്ല, സിനിമയുടെ മാറ്റത്തിലെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മറ്റ് സിനിമകളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മലയാള സിനിമ ഇപ്പം നമ്മൾ പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് തമിഴിനും തെലുങ്കിനും അവരുടെ മാർക്കറ്റ് പിടിക്കാനൊക്കെ ആയിട്ട് ഹീറോസ് അതാണ് നോക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു ഡയമെൻഷനുള്ള വലിയ വലിയ പാൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കഥകളും കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോകുമ്പോൾ ഈ റിലേഷൻഷിപ്പുകളുടെ കഥകൾ ഉണ്ടാകുന്നില്ല ഇപ്പം അത് നമുക്കൊന്നും ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ എനിക്ക് ഒരുപക്ഷെ യൂത്തിന് താല്പര്യമില്ല എന്നൊന്നും ഞാൻ പറയില്ല, കാരണം മനുഷ്യനെല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. ഇപ്പം അന്നത്തെക്കാളും നല്ല ഫ്രണ്ട്ഷിപ്പുള്ളൊരു കാലമാണത്. പഴയ പ്രണയം ഉണ്ടാവില്ലായിരിക്കും, പ്രണയത്തിൻ്റെ ഒരു രീതികളൊക്കെ മാറിയിട്ടുണ്ടെന്നാൽ മാറ്റി നിർത്തിയാൽ എല്ലാ മനുഷ്യരും ഒരേ മാതിരിയല്ലേ എല്ലാ കാലത്തും, ആ ചിന്തകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ജോണറിലെ ഉള്ള സിനിമകളാണ് കൂടുതൽ വരിക. അതാണ് ഈ മർഡറും മിസ്റ്ററി ഒക്കെ ആയിട്ടുള്ള സിനിമകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരേ തലത്തിൽ കിടന്നിട്ട് തളയ്ക്കപ്പെടുകയാണ്. നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, യാതൊരു സംശയമില്ല. കഴിഞ്ഞ 2-3 വർഷമായിട്ട് മലയാളത്തിൽ നല്ല സിനിമകളുണ്ട്. പക്ഷേ ഒരേ രീതിയിലുള്ള സിനിമകളല്ല, പാറ്റേൺ ഒന്നാണല്ലോ. നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു മർഡർ കിടക്കും, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആവും, അതിൻ്റെ ഒരു മിസ്റ്ററി ആയിരിക്കും. ഇങ്ങനെ പോകുന്നതാണ് എല്ലാ സിനിമകളുടെയും പാറ്റേൺ. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. മുമ്പ് കുറേ കോമഡി പടങ്ങൾ വരും, അപ്പുറത്ത് കുറേ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങൾ വരും, ഇപ്പുറത്ത് ലവ് സ്ട്രോങ്. ഓരോ ഡയറക്ടർമാർക്കും ഒരു ഐഡൻറ്റിറ്റി ഉള്ള ടൈപ്പ് സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റി ഉണ്ട്. ഇന്നിപ്പോഴുള്ള ഡയറക്ടേഴ്സ് എല്ലാവരും ഈ ജോണർ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിൽ തളയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളപ്പോൾ ഉള്ളവരൊക്കെ ഇപ്പോൾ പകച്ചു വെക്കുന്ന ഒരു കാര്യം. നമുക്കൊന്നും അങ്ങനത്തെ സിനിമ ചെയ്ത് പരിചയമില്ല, അതുകൊണ്ട് നമ്മളൊക്കെ ഓരോന്ന് പകച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി റിലേഷൻഷിപ്സിൻ്റെ കഥയിലേക്കൊക്കെ തിരിച്ചു വന്നാൽ നമുക്ക് വെറൈറ്റി ഉള്ള പലതരത്തിലുള്ള സിനിമകൾ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ സ്വപ്നക്കൂടി തന്നെ ഫിലിപ്പോസ് അങ്കിൾ ക്യാരക്ടർ ചെയ്ത കൊച്ചിൻ ഖനീഫിനെ പറ്റിയുള്ള ഓർമ്മയൊന്ന് പറയാമോ? അത് ഒരുപാടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഞാൻ 79 ചെന്നൈയിൽ ചെന്നു എന്ന് പറഞ്ഞല്ലോ. ആദ്യം താമസിക്കുമ്പോൾ ഫസ്റ്റ് ഈ ശ്രീനിവാസനെ കാണുന്നതിന് മുമ്പ് ഒരു 5-6 മാസം, അല്ല അതിനുശേഷം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനും കൊച്ചിൻ ഖനീഫയുടെ ബന്ധം എന്ന് വെച്ചാൽ ഉമാ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു, ആദ്യകാലത്തുള്ള ലോഡ്ജായിരുന്നു.
ഞാൻ ചെല്ലുമ്പോൾ കൊച്ചിൻ ഹനീഫയും മണിയമ്പിള്ള രാജു, അന്ന് മണിയമ്പിള്ള ആയിട്ടില്ല, അതിനുശേഷമാണ് മണിയമ്പിള്ള എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുന്നത്. അന്ന് സുധീർ കുമാർ എന്നാണ് പേര്. ഇവരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. മണവാളം ജോസഫ് അന്നത്തെ ഒരു ആക്ടറായിരുന്നു. ഇവരൊക്കെ അവിടെ താമസിക്കുന്നു. ബിച്ചു തിരുമല, ഇവരൊക്കെ താമസിക്കുന്ന ഒരു ലോഡ്ജായിരുന്നു അത്. ആ ലോഡ്ജിൽ ഞാനൊരു പുതിയ അന്തേവാസിയായിട്ട് ചെന്നിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ഒരു പെട്ട ഒരാളാണ് കൊച്ചിൻ ഹനീഫയും സുധീർ കുമാറും മണിയമ്പിള്ള രാജു. അങ്ങനെ ഹനീഫയായിട്ട് നല്ല ആ സമയത്ത് അടുപ്പുണ്ടായിരുന്നു. പല കാര്യങ്ങളും എന്നെ അഡ്വൈസ് ചെയ്തിരുന്നത് കൊച്ചിൻ ഹനീഫ. പിന്നെ ഞാൻ ബഹദൂറിൻ്റെ ബന്ധുവായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ബഹദൂർക്കായിട്ടും ഭയങ്കര അടുപ്പുണ്ടായിരുന്നു കൊച്ചിൻ ഹനീഫയോട്. അപ്പോൾ അങ്ങനെ ഞാനും കൊച്ചിൻ ഹനീഫയോട് ഒരുമിച്ച് ബഹദൂറിൻ്റെ വീട്ടിൽ പലതവണ പോവുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു അടുപ്പം തുടങ്ങിയതാണ്. പിന്നീട് അദ്ദേഹവും ഡയറക്ടറായി, ഞാനും ഡയറക്ടറായി, പുള്ളി ആക്ടറായിട്ട് ഇങ്ങനെ ബിസിയായി. കുറേ പടങ്ങളിൽ, 1-2 പടങ്ങളിൽ. പിന്നെ അഴിയരാവണിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലാണ് അഭിനയിച്ചത്. സ്വപ്നക്കൂട്ടിലെ ആ ക്യാരക്ടർ ഭയങ്കര ഫണ്ണി ആയിട്ട്. അപ്പോഴേക്കും ഹനീഫയുടെ ഇമേജും കോമഡി ഉള്ള ഇമേജിലുള്ള ആദ്യകാലത്ത് വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ബന്ധമുണ്ട് എല്ലാവരായിട്ടും. കാലത്തുള്ള നടന്മാരൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. ഓക്കെ. ഇപ്പം നമ്മൾ മൂവി എടുത്ത് നോക്കണം, ഞാൻ അവരെ വെച്ചൊരു റീയൂണിയൻ, ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ ടീമിനെ വെച്ച് ഞാൻ ചെയ്തിരുന്നു. താങ്ക് യു സാർ. അപ്പൊ അവര് ഒരുപാട് കഥകളാണ് ആ ഒരു സീനിനെ പറ്റി പറഞ്ഞത്. അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മളിൽ ആകപ്പാടെ നമ്മുടെ വേർപെട്ട് പോയ ജിഷ്ണു ചേട്ടൻ മാത്രമാണ് ഉണ്ടായിരുന്നില്ലാത്തുള്ളൂ. അപ്പം എല്ലാവരും തന്നെ അവരുടെ ഷെഡ്യൂൾസ് ഒക്കെ മാറ്റി വെച്ച് വന്നു. അപ്പൊ നമ്മളിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു പാട്ടുണ്ട്, എൻകരളിൽ താമസിച്ചാൽ. അത് എല്ലാ കോളേജിലും എന്ത് പരിപാടി നടന്നാലും ഇടുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ആ വരികളൊക്കെ എഴുതിപ്പിച്ചത്? അല്ല, അത് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്യാരക്ടറിന് അങ്ങനെയാണല്ലോ, കുറച്ച് എക്സാഗ്രേഷനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മോഹൻ സിതാര അതിന് ട്യൂൺ ചെയ്ത്. അപ്പൊ അത് എങ്ങനത്തെ പാട്ട് വേണമെന്നുള്ള കൈതപ്പുറമാണ് അത് എഴുതിയത്. കൈതപ്പുറം തിരുമേനി അങ്ങനത്തെ പാട്ടുകളൊക്കെ തിരുമേനി അതിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. ആ ക്യാരക്ടറിലെ കൂടെ വന്ന് അങ്ങനെയാണ് അത് എഴുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചൊരു ഹുക്ക് വേർഡ് വേണം. അതാണ് രാക്ഷസി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം വെച്ചിട്ട്, എന്നാലല്ലേ പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പൊ ആ ഹുക്ക് വേർഡ് വെച്ചിട്ടാണ് ആ പാട്ട് ഉണ്ടാക്കിയത്. പിന്നെ അങ്ങനെ സംഭവിച്ചു. ഇത് ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ റീയൂണിയൻ്റെ സമയത്ത് എനിക്ക് ഏറ്റവും വലിയ നഷ്ടം ജിഷ്ണു തന്നെയാണ്. ജിഷ്ണുവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും സിൻസിയറായിട്ടുള്ള, എന്താ പറയുക, ഇത്രയും ജെനുവിനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല. ഭയങ്കര മിസ്സിങ് ആയിപ്പോയി. എനിക്ക് തോന്നുന്നു ആ പടം തന്നെ ഭയങ്കര ഒരു ഹീറോ പദവിയിൽ എത്തിച്ച ഒരു പടമായിരുന്നു നമ്മളെന്ന് പറയുന്നത്. ജിഷ്ണുവിന് ഭയങ്കര ഒരു ഇത് കിട്ടേണ്ടതായിരുന്നു. ഈവൻ സിനിമയിൽ പോലും പിന്നീട് അത്ര നല്ലൊരു അവസരം കിട്ടാതെ പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. ആ സമയത്താണ് ജിഷ്ണുവിന് അസുഖം വരുന്നത്. എനിക്ക് നമ്മളിന് ശേഷം കുറെ പടത്തിൽ അഭിനയിച്ചല്ലോ ജിഷ്ണു. അതിന് ശേഷം അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അസുഖം വന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ്, അതിന് ശേഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പക്ഷേ ഞാൻ പറയണം, അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവിച്ചു. എല്ലാവരും ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ജിഷ്ണു ഇല്ലെങ്കിലും ഇപ്പോൾ സിദ്ധാർത്ഥൻ ഇപ്പോൾ നടനായിട്ട് ഡയറക്ടറായി ഇങ്ങനെ ഇപ്പോഴും ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എത്രയോ പേര് അതിൻ്റെ അകത്ത്, ദിനേശ് ആയാലും ശരി, പിന്നെ പ്രസാദ്, അങ്ങനെ കുറേ പേരില്ലേ അഭിനയിച്ചവരൊക്കെ ഇപ്പം നല്ല സജീവമായിട്ട് സിനിമയിൽ പല മേഖലയിൽ നൂലുണ്ട മെലിഞ്ഞു. അതെ, ദിനേശേട്ടൻ മെലിഞ്ഞിട്ട് ആളാരാന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ അത്രയും ചെറുതായി. അപ്പൊ ആളും സിനിമയുടെ മേഖലയിൽ കുറെ പടത്തിലുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ മൊത്തം പിള്ളേര് ഭാവന അമേരിക്കയിലാണ് ഇപ്പൊ. ഇപ്പൊ രേണുക ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ കുറെ വർഷത്തിന് ശേഷം തപ്പിയെടുത്ത് ഇങ്ങനെ പ്രഷറിന് മുന്നിലേക്ക് വന്നിരുന്നു, ചേച്ചിയും വന്നിരുന്നു. അപ്പൊ അവിടെ നിന്ന് വെച്ചോക്കുമ്പോ എല്ലാ ചെറുപ്പക്കാർ പിള്ളേര് സെറ്റാണ്. അപ്പൊ ഇവരെല്ലാരായിട്ട് ഈ ആഫ്റ്റർ ഷൂട്ടിന് ഒരു ലൈക്ക് ഷെഡ്യൂള് കഴിയൂല, അല്ലെങ്കിൽ ഷെഡ്യൂൾ കഴിയാൻ നിൽക്കണ്ട, ഒരു ദിവസത്തെ ഷൂട്ട് കഴിയുമ്പം സാർ ഇവരുടെ ഒക്കെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുവോ, തമാശയൊക്കെ പറയാൻ? പിന്നെ ഒരുപാട് ഞാൻ തമാശ പറയില്ല, ഇവര് പറയുന്ന തമാശകൾ കേൾക്കും, കേട്ടിച്ചിരിക്കും. അതാണ് എൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരുടെ കൂടെ ഇങ്ങനെ. അതുകൊണ്ടാണ് അങ്ങനത്തെ സിനിമകളൊക്കെ കുറെ ചെയ്യുമ്പോഴും പിള്ളേരായിട്ടാണല്ലോ. ഞാൻ പറഞ്ഞില്ല, ആദ്യകാലത്തൊക്കെ ചെറിയ കുട്ടികളായിട്ടാണ് ഞാൻ കൂടുതൽ സിനിമ ചെയ്തത്. പിന്നീട് വന്നപ്പോൾ നിറം മുതലൊക്കെ ഈ യൂത്തിന്റെ കുറെ പടങ്ങൾ ചെയ്തു. ഇപ്പൊ നമ്മള് ഇനി കുറച്ചുകൂടി പ്രായം കഴിഞ്ഞ പിന്നെ വയസ്സന്മാരുടെ ഉള്ള സിനിമയിലേക്ക് പോട്ടി. അതില് പിന്നെ എടുത്തു പറയേണ്ട ഒരു പാട്ടാണ് മറ്റേ എന്നമ്മി ഒന്നും കാണാൻ. അത് ഭയങ്കര ഫീലും ഇമോഷൻസും ഒക്കെ വരുന്ന ഒരു പാട്ടാണ്. അത് ചുമ്മാ കണ്ണടച്ചാൽ കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പല പല വേർഡ്സ് ആയാലും വരികളായാലും. അപ്പൊ അതിന്റെ റെക്കോർഡിങ്ങില് സാറ് നേരിട്ട് ലൈവായിട്ട് പോയിരുന്ന് കേട്ടിരുന്നു, അതോ എങ്ങനെയായിരുന്നു? ലൈവായിട്ട് എന്ന് വെച്ചാല് അത് തൃശ്ശൂരാണ് അത് റെക്കോർഡ് ചെയ്തത്. ചേതന സ്റ്റുഡിയോയിലാണ് മോഹൻ സിതാര വോയിസൊക്കെ ഓർക്കസ്ട്രയൊക്കെ ചെയ്തിരുന്നത്. എന്നിട്ട് മദ്രാസിൽ പോയിട്ടാണ് ദാസേട്ടൻ പാടിയത്, ചെന്നൈയിലാണ്.
ആ പാട്ട് ദാസേട്ടൻ ചെന്നൈയിൽ വന്നു. ദാസേട്ടനെ സംബന്ധിച്ചോളം വളരെ ഈസി ആയിട്ട് ഒന്ന് പാടിപ്പോണ ഒരു പാട്ടാണ്. ചെന്നു ലിറിക്ക് കൊടുത്തു. അന്ന് കൈതപ്പുറം ഉണ്ടായില്ല, ഞാനും മോഹൻ സിതാരോടെയാണ് പോയത്. ലിറിക്ക് ദാസേട്ടന് കൊടുത്തു, ദാസേട്ടനെ എഴുതിയെടുത്ത് ഒരു അരമണിക്കൂർ പാടി ഉള്ളി പോയി. അത് നല്ല ഓർമ്മയുണ്ട്. ദാസേട്ടനായിട്ട് അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് പാട്ടുകൾ ദാസേട്ടനും ജയേട്ടനൊക്കെ പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഈ യേശുദാസ് സാറ് പാടാൻ നേരത്തെ ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ എങ്ങനെയായിരിക്കും ആളുടെ എക്സ്പ്രഷൻസ് നേരിട്ട് കണ്ടെന്ന ഒരാൾ എങ്ങനെയായിരിക്കും ഇമോഷൻ എടുത്തിട്ടാണോ പാടുന്നത്? അല്ല, എമോഷൻ എടുത്തിട്ട് തന്നെയാണ്. കാരണം ദാസേട്ടൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് സിറ്റുവേഷൻ എന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോഴേ ചോദിക്കുള്ളൂ. സാധാരണ ഒരു പാട്ടിട്ട് അങ്ങനെ ചോദിക്കാറില്ല. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. ഡയറക്ടറോടോ മ്യൂസിക് ഡയറക്ടറോടോ ചോദിക്കും. അപ്പോൾ പറയും കുറച്ച് ഇമോഷണലായിട്ട് പാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഉണ്ണികളൊരു കഥ പറയാൻ 3 തവണ പാടുന്നുണ്ടല്ലോ, 3 ഇതില്ല. അപ്പോൾ എന്നോട് 3 പ്രാവശ്യം പാടുന്നത്. ആവശ്യപ്പെട്ട് എന്താണ് ഇതൊക്കെ തമാശ കളിക്കണ? അല്ല, ഞാൻ പറഞ്ഞിങ്ങനെ 3 സിറ്റുവേഷനിലാണ് ദാസേട്ട. അപ്പോൾ ഏതൊക്കെയാണ് സിറ്റുവേഷൻ ചോദിച്ചു കൃത്യമായിട്ട്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഇമോഷണലായിട്ട് പാടാൻ ശരിക്കും കണ്ടിടറിയിട്ട് പാടാന്ന് പറയില്ലേ, അതേപോലെ പാടി എന്നുള്ളത്. എനിക്കാണ് ഒരുപാട് പാട്ടുകൾ ദാസേട്ടൻ അങ്ങനെ പാടും. പ്രണയമൊക്കെ പാടുമ്പോൾ പ്രണയം ഉള്ളിലുണ്ടാവും, പുള്ളി ഭാവിക്കില്ല, എന്നാലും ഉള്ളിൽ പ്രണയം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കും പാടുക. അതുപോലെ തന്നെ കോമഡി പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലോ. ഒരു കോമഡി എന്ന് പറയുമ്പോൾ അവർ മുഖത്ത് എക്സ്പ്രഷനൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ വോയിസ് റൂമിൻ്റെ അന്ന് ഗ്ലാസ് വലിയ, ഇപ്പോഴത്തെ റെക്കോർഡിംഗ് മാതിരിയല്ല, അന്ന് വലിയ സ്റ്റുഡിയോ ആണല്ലോ. സ്റ്റുഡിയോയിൽ അതപ്പോൾ ഗ്ലാസ്സിൽ കൂടി നമുക്ക് കാണാം ദാസേട്ടൻ പാടുന്നത്. അതൊരു അനുഭവമാണ്. എനിക്കൊന്ന് ഇപ്പം നിറം എടുത്ത് നോക്കുകയാണെങ്കിൽ അനീതി പ്രാവിന് ശേഷം വീണ്ടും ചക്കോച്ചനും ശാലിനിയും ഒരു കോംബോ ആയിട്ട് വന്ന് അതും നിറഞ്ഞാടിയ ഒരു പടമാണ്. ഇപ്പോഴും എല്ലാവരും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത്. സാറിന് മിക്ക പടങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ ജനറേഷനിലായാലും. അതിലൊന്നും എടുത്തു പറയുന്നത് നിറം തന്നെയാണ്. ഭയങ്കര രസമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും പ്രണയമായാലും കോളേജ് ആയാലും. അപ്പം സാറിൻ്റെ പല ഇത് കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോളേജ് കിട്ടിയിരുന്നെങ്കിൽ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അപ്പം നിറ അഭിനയിക്കുമ്പോൾ ഓൾറെഡി അവരെ എല്ലാവരും ഏറ്റെടുത്ത ഒരു കാലഘട്ടമായിരുന്നു, കയ്യിലെടുത്ത ഒരു ഹിറ്റ് കോംബോയാണ്. അപ്പൊ അതിനുശേഷം നിറത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും കൺസേൺസ് സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ? ഇങ്ങനെ ആക്കണം അവരെ, അല്ലെങ്കിൽ ഇങ്ങനെ പോർട്രേ ചെയ്യണം? അല്ല, അതുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അനിയത്തി പ്രാവ് കഴിഞ്ഞിട്ട് കുറച്ച് 3-4 പടങ്ങൾ, അല്ല കുഞ്ചാക്കോന്റെ 10-12 പടം കഴിഞ്ഞിട്ടാണ് പിന്നെ നിറം. അപ്പോൾ ഇടയ്ക്ക് ചാക്കോന്റെ പടങ്ങളൊക്കെ മോശമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ചാക്കോ ബോബൻ ശാലിനി കോമ്പിനേഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതിനൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ അനിയത്തി പ്രാവായിട്ട് യാതൊരു സാമ്യം വരരുത് എന്നാണ് ആലോചിച്ചത്. കാരണം ഇവർ അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ക്യാരക്ടറൈസേഷനും കാര്യങ്ങളും ഇവരുടെ പെർഫോമൻസും ഒക്കെ അതൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റിലീസ് ചെയ്ത സമയത്ത് ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. നല്ല കൂലായിരുന്നു ഫസ്റ്റ് ഡേ. കാരണം വെച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പ് അത് അന്നത്തെ ആൾക്കാർക്ക് പെട്ടെന്നേ ആൺകുട്ടിയും പെൺകുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് അന്നൊന്നും കോമൺ അല്ലല്ലോ. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി എടാന്ന് വിളിച്ചിട്ട് തിരിച്ച് കുഞ്ചാക്കോനിടാന്ന് വിളിക്കുന്നുള്ള, അപ്പോൾ അത് ആൾക്കാർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നില്ല അന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവിളി പരിപാടിയൊന്നും വന്ന് ഇല്ല. ആ സിനിമയിൽ നിന്നാണ് പിന്നീട് അത് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, അതിനുശേഷമാണ് കോമൺ ആവുന്നത്. അപ്പൊ അത് പെട്ടെന്ന് സ്ക്രീനിൽ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുമ്പോൾ കുറച്ച് ഇറിറ്റേഷനായി ആൾക്കാർക്ക്. ആദ്യത്തെ കുറച്ച് 1-2 ദിവസം ഓഡിയൻസിന് പ്രശ്നമുണ്ട്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫാമിലി ആയിരുന്നു. പ്രത്യേകിച്ചും അന്നത്തെ യങ്സ്റ്റേഴ്സായ പെൺകുട്ടികൾ ഭയങ്കര തിയേറ്ററിൽ എവിടെ ചെന്ന് കഴിഞ്ഞാണെങ്കിലും ആ 2000-ലെ കണ്ടില്ലേ അത് നിറം വന്നത്, ആ സമയത്ത് അന്നത്തെ യൂത്ത് ആയിട്ടുള്ള പെൺകുട്ടികൾ ഇപ്പം മിഡിൽ ഏജ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അന്നത്തെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നു കംപ്ലീറ്റ് പടം കാണാനായിട്ട്. എല്ലാ ഷോക്കും ലേഡീസായിരുന്നു, പെൺകുട്ടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങ് പടം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ബോയ്സും ഇടാന്ന് വിളിക്കുന്നത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. മറ്റേത് ബോയ്സിൻ്റെ ഒരു ഈഗോ ആണല്ലോ, എന്നെ പെണ്ണ് വന്നിട്ട് എന്നെ ഇടാന്ന് വിളിക്കുന്നത് നീ ആരാണെന്നുള്ള ഒരു ലൈനിൽ തിരിച്ച്. പിന്നെ ചേട്ടാന്ന് വിളിച്ചാൽ വിളിച്ചാലല്ലേ പ്രശ്നം, പണ്ട് നേരെ എടാന്ന് വിളിച്ച പ്രശ്നമായിരുന്നു. ഇപ്പൊ ചേട്ടാന്ന് വിളിച്ചാൽ പേര് വിളിക്കണം എന്നല്ലേ. ചേട്ടൻ വിളി ഒന്നും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് പേര് വിളിക്കണം, നിനക്ക് എന്തിനാണ് പേര് വിളിച്ചാൽ എന്തിനാടാന്ന് വിളിക്കുന്ന ഒരു ലൈനാണ് എല്ലാവരും കണക്കാണ്. കാരണം ഒരുമിച്ച് പഠിക്കുകയല്ലേ, അപ്പൊ പേര് വിളിക്കണം എന്നുള്ളതായിരുന്നു. അത് വലിയ പ്രശ്നമായിരുന്നു. അപ്പൊ നിറത്തിന് ശേഷമാണ് അത് കോമൺ ആയത്, എല്ലാ ക്യാമ്പസിലും കോമൺ ആയി. ഇപ്പൊ ചാക്കോച്ചന്റെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു ഫാൻസ് മീറ്റ് മൈൽ സ്റ്റോണിൽ തന്നെ അറേഞ്ച്, ഇപ്പൊ ജോമോൾ ചേച്ചിനെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നു. എനിക്ക് ആ മൂവിയിൽ വീണിരിക്കുന്നത്. അപ്പൊ ചേച്ചി പറയും ഇപ്പോഴും എനിക്ക് ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ആ ക്യാരക്ടർ ഓർമ്മയല്ല, ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഭർത്താവ് ചോദിക്കുന്നു എന്ത് ഇതിന് മാത്രം ചിന്തിക്കുന്നേ, ഇങ്ങനെ റിലേ വിട്ട് ചില സമയത്തൊക്കെ ഇരിക്കാറുണ്ടെന്ന് ചേച്ചിന് പറയും. അപ്പൊ ആ ഒരു ക്യാരക്ടർ, ആ ജോമോൾ ചേച്ചി, എങ്ങനെയായിരുന്നു ആ ഒരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ? അത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേ
കാരണം അവൾക്ക് ഭയങ്കര പ്രണയമുണ്ട് ഇയാളോട്, പക്ഷെ അത് പ്രസന്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അപ്പം അത് എന്തെന്നുള്ള ആലോചിച്ചാണ്. കാരണം വേറെ രീതിയിലേക്ക് അതിന് പല പടത്തിലും വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് പ്രണയം പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ എന്തെങ്കിലും. അപ്പം ഈ വീഴല് പെട്ടെന്നാണ് നമുക്ക് തോന്നിയത്, എങ്ങനെ ഇടക്കിടക്ക് തട്ടി വീഴുക. വീഴുമ്പോൾ അത് രസമാണല്ലോ, പ്രത്യേകിച്ച് ക്യാമ്പസ് ആകുമ്പോൾ എല്ലാവരും കളിയാക്കും. അങ്ങനെ സ്ക്രിപ്റ്റിൽ നേരത്തെ ഉണ്ട്, എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് അത് ചെയ്തിരുന്നത്. പിന്നെ ഈ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടം കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറൈസേഷൻ അതിന് കൊണ്ടുവന്നു. പിന്നെ പറയാനായിട്ട് വരുമ്പോൾ പറ്റാണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അധികം സീനില്ലാണ്ട് പോലും ജോമോളുടെ ക്യാരക്ടർ അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത്.